ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഓണ പർച്ചേസിങ്ങിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നിച്ചുവിനെയും കൊണ്ട് പാർക്കിൽ വരാമെന്ന് വിചാരിച്ച് നമ്മൾ ഫാമിലി പാർക്കിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് നേരം നിച്ചുവിനെ ഇവിടെ കളിപ്പിച്ചിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് അൽവാദ മാളിലുള്ള ലുലു സെലിബ്രേറ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വീക്കെൻഡിൽ നിച്ചുവിനെ പാർക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ടാറ്റം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാൽ ഈ പ്രാവശ്യം ഈ വീക്കെൻഡ് ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് നിച്ചുവിനെയും കൊണ്ട് നമ്മൾ പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നിച്ചുവിനിപ്പോൾ കയ്യിലിരിക്കണമെന്ന് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ആൾക്ക് താഴെ ഇറങ്ങി ഓടി നടന്ന് കളിക്കണം. അപ്പോൾ താഴെ ഇറങ്ങിയില്ലെങ്കിൽ ആൾ ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ ഞാൻ താഴെ ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഓടി നടക്കുവാണ് അവിടെ. ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ പോലും ആൾ ഇടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ആൾ ഓടി നടന്ന് കളിയായിരിക്കും. ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നമ്മൾ വാശിയെടുത്ത് കരച്ചിലായിരിക്കും. കരഞ്ഞ് ഇവിടെ നിന്ന് പോവാറുള്ളൂ പാർക്കിൽ നിന്ന്. കുറേ ആൽമരങ്ങളുണ്ട് ഇവിടെ. ഇവിടെ മൊത്തം ആൽമരം. സൂപ്പർ. നിച്ചോടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര സ്പീഡാണ്. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് നിച്ചുവിനിപ്പോൾ. ഈ വീക്കെൻഡ് നിച്ചുവിനെ കൊണ്ട് പാർക്കിൽ വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീക്കെൻഡ് ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ കാര്യം. ചേട്ടൻ നിച്ചു അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഞാനപ്പോൾ ഇങ്ങോട്ട് ഫസ്റ്റ് നടന്നു നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല പാർക്കാണ് കേട്ടോ. കുറേ റൈഡ് ഉണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. നല്ല പാർക്കാണ്. കുറേ നേരം നിച്ചൂടെ സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാണിച്ചു തരാം കേട്ടോ. ഒരാൾ വലിയ ആളെ പോലെ നടന്നു വരിക. ഇടിക്കാനൊന്നും സമ്മതിക്കണില്ല. ഇവ ഫുള്ള് അവൾക്ക് തന്നെ നടക്കണം. പയ്യപ്പഴേ നടന്നു വരുന്നുണ്ട് ആള്. അങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടൈം പാർക്കിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അൽവാദ മാളിലേക്ക് പോവാണ്. നമ്മൾ ഓണ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഓണക്കോടിയൊക്കെ ഇടിക്കണം എല്ലാവർക്കും. നെക്സ്റ്റ് വീക്കാണല്ലോ ഓണം. അപ്പം അതിനു മുമ്പ് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ ഇടിക്കാനുണ്ട്. ഇവിടെ ഓണത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ച നബിദിനം ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ ഇത്തവണ മലയാളികൾക്ക് എല്ലാവർക്കും ഓണം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അൽവാദ മാളിലുള്ള ലുലു സെലിബ്രേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓണത്തിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടാണ് നോക്കുന്നത്. നിച്ചുവിന് ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ പട്ടുപാടിയാണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും നിച്ചുവിനും കളക്ഷൻസ് നോക്കുവാണ്. ചേട്ടൻ്റെ ഷർട്ടും മുണ്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ലേഡീസിൻ്റെ ആദ്യം ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ജെൻസിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സാരിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ സെറ്റും മുണ്ടാണ് കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് സാരിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വെറൈറ്റി ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡി പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ സാരി ഇഷ്ടപ്പെട്ടു. അൽവാദ മാളിൽ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അധികം പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ്റെ ഷർട്ടും മുണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ മുസഫയിലുള്ള ക്യാപിറ്റൽ മാളിലുള്ള ലുലു സെലിബ്രേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ പൊതുവെ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പർച്ചേസിങ് പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നു. മാളിലാണെങ്കിലും ലുലുവിലാണെങ്കിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അൽവാദ മാളിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അധികം പർച്ചേസിങ് നടന്നില്ല. നമുക്ക് കുറച്ച് ഐറ്റംസ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തവണെങ്കിലും ഫുൾ പർച്ചേസ് ചെയ്യണം എന്നുണ്ട്. നെക്സ്റ്റ് വീക്കാണല്ലോ നമ്മുടെ ഓണം വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഓണ പർച്ചേസിങ് മൊത്തം തീർക്കണം. ചേട്ടന് ഓണക്കോടി എടുക്കാനായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു മുണ്ട് വേണമായിരുന്നു. ചേട്ടൻ ഓൾറെഡി ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അൽവാദ മാളിൽ ഒരുപാട് കളക്ഷൻ ഉള്ള പോലെ തോന്നി. ഇവിടെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ ജെൻസിൻ്റെ ഏരിയയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള കളക്ഷൻ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. നിച്ചുവിന് പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. സെറ്റ് സാരിയിൽ പിന്നെ ഉണ്ടായിരുന്നു. സെറ്റ് മുണ്ട് ഒട്ടും തന്നെ ഉണ്ടായില്ല കേട്ടോ. ഞാൻ സെറ്റ് മുണ്ട് അവിടെ കണ്ടത് കൂടി ഇല്ല. ഞാൻ കുറച്ച് സെറ്റ് സാരിയൊക്കെ നോക്കിയിട്ട് പിന്നെ ജെൻസിൻ്റെ ഏരിയയിൽ ഷർട്ടും മുണ്ടും നോക്കാനായിട്ട് പോയി.
നമ്മുടെ തീം വന്നിട്ട് ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ബ്ലൂ കരിയോളം മുണ്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കസവിൻ്റെ മുണ്ടാണ് നോക്കുന്നത്. അവിടെ ബ്ലൂ കളർ മുണ്ട് വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കസവ് നോക്കും. അങ്ങനെ ഒരുപാട് തപ്പി നമുക്കൊരു ബ്ലൂ കരിയോളം മുണ്ട് കിട്ടി. മുണ്ടിൻ്റെ ഏരിയയിൽ ഒട്ടും തന്നെ കളക്ഷനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരുപാട് നേരം നോക്കിയിട്ടാണ് ഒരു മുണ്ട് ഏകദേശം ഓക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. എന്നിട്ടും ചേട്ടന് എനിക്കും കൺഫ്യൂഷൻ ആയിരുന്നു അത് വേണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ വേറെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഓക്കെ ആയിട്ടുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്തിരുന്നു കേട്ടോ ലാസ്റ്റ്. നിച്ചുനെയും കൊണ്ട് പർച്ചേസിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്ന് എടുക്കും, അവൾ അപ്പുറത്തുനിന്ന് വേറെ വലിച്ചെടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ താഴെ ഇറക്കി വിട്ടു. പിന്നെ അവളെ ഓടി നടന്ന് കളിയായി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് വലിച്ചിടാൻ തുടങ്ങി. പിന്നെ അവൾ എടുത്തു കേട്ടോ ഞാൻ. അല്ലെങ്കിൽ അവിടെ ഉള്ളതൊക്കെ വലിച്ചു വാരിയിട്ട് നമ്മൾ പിന്നെ അതൊക്കെ ഒതുക്കി വെച്ച് കൊടുക്കേണ്ടി വരും. സാരിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. സെറ്റും മുടി ഞാൻ ഇവിടെ കണ്ടില്ല കേട്ടോ. സാരി ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സാരീസ് ഇഷ്ടപ്പെട്ടു. ഓണത്തിന് പറ്റിയ കുർത്തീസ് ഉണ്ടായിരുന്നു. റേറ്റ് എനിക്ക് കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. നാട്ടിലും ഏകദേശം റേറ്റും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഈക്വൽ ആയിരുന്നു. സാരികളെല്ലാം 1000 എബോ തൊട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിച്ചുവിന് ഫ്രോക്കൊക്കെ നോക്കും. ഒരുപാട് കളക്ഷൻ ഫ്രോക്കിലുണ്ടായിരുന്നു കേട്ടോ. അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ കുറച്ച് കുർത്തി നോക്കി. സ്റ്റോൺ വർക്കുള്ള ഒരുപാട് കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. കുർത്തിക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുർത്തിക്ക് ഇവിടെ നല്ല റേറ്റ് എനിക്ക് ഫീൽ ചെയ്തു. നിച്ചു താഴെ ഇറങ്ങണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ആൾക്ക് താഴെ ഇറങ്ങി നടക്കണം എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവളെ താഴെ ഇറക്കി വിടുന്നില്ല കേട്ടോ. താഴെ ഇറക്കി വിട്ട് ആൾ ഭയങ്കര ഓട്ടോ ആണ്. പിന്നെ എല്ലാ സാധനവും ഇങ്ങനെ വലിച്ച് താഴത്തേക്ക് ഇടും. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഓണ പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓണത്തിന് വേണ്ട പച്ചക്കറി ഐറ്റംസ് ഒക്കെ വേണം. അങ്ങനെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശാഖം പൂക്കളായിരുന്നു അന്നത്തെ ദിവസം. ഓണത്തിനും കൂടി വേണ്ട പച്ചക്കറി നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെക്കായിരുന്നു കേട്ടോ. ഓണത്തിന്റെ സമയത്ത് പോയി വാങ്ങിച്ചാൽ തിരക്കായിരിക്കും. നമുക്ക് ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങി വരാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഓണച്ചന്തയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. പൂക്കൾ ഇടുന്നവർക്കൊക്കെ പൂക്കൾ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വാഴയില വാങ്ങാൻ എന്തായാലും ഉത്രാടത്തിൻ്റെ അന്ന് വരാൻ ചാൻസ് ഉണ്ട്. വാഴയില നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ വാടിപ്പോവും. അതുകൊണ്ട് നമുക്ക് വാഴയില വാങ്ങേണ്ടി വരും. പച്ചക്കറിയൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വയ്ക്കുവാണ്. ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാമല്ലോ. പിന്നെ പൂക്കളൊന്നും ഇടുന്നില്ല കേട്ടോ. നിച്ചുവിനും വെച്ച് പൂക്കളിടാനും നിച്ചു പിന്നെ പൂക്കളൊക്കെ നശിപ്പിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് ഇത്തവണ പൂക്കളൊന്നും ഞാൻ ഇടാനും ഉദ്ദേശിക്കുന്നില്ല. പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. എല്ലാ പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം സദ്യ ഉണ്ടാക്കണമല്ലോ. വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം സദ്യ ഉണ്ടാക്കാനുള്ള എല്ലാ പച്ചക്കറിയും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. നിച്ചുവിനെ ഇപ്പോൾ ട്രോളിയുടെ ഉള്ളിൽ ഇട്ടേക്കാണ് കേട്ടോ. ആള് ട്രോളിയുടെ മുകളിൽ ഇരിക്കുന്നില്ല. പുള്ളി കയറിയിരുന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് കളിയുകയാണ് ആള്. അങ്ങനെ നമ്മുടെ ഓണ ഷോപ്പിംഗ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഷോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് നിച്ചുവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വാങ്ങാനായിട്ട്. നിച്ചു കരഞ്ഞ് അത് വാങ്ങിപ്പിക്കാനുള്ള ആളുടെ പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ആളങ്ങനെ കണ്ട കരയൊന്നുമില്ല കേട്ടോ. ഇനി എപ്പോഴത് കരഞ്ഞു തുടങ്ങുന്നതെന്ന് അറിയില്ല.
അപ്പം അങ്ങനെ വേണം എന്നൊന്ന് വാശി പിടിച്ച് കരയുന്നൊന്നും ആയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഓണ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. ഓണക്കോടിയൊക്കെ എടുത്തു. നിങ്ങളുടെ എല്ലാവരും ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാവരും വീട്ടിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടോ? ഓണക്കോടിയൊക്കെ എടുത്തോ? അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഓണവിശേഷങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. കമൻസിലൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ ഉത്രാടത്തിൻ്റെ ചെറിയ കുട്ടി ഷോപ്പിങ്ങിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ. എത്രയൊക്കെ ആണെങ്കിലും നാട്ടിലെ ഓണത്തിൻ്റെ വൈബ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ ബൈ.